എല്ലാവർക്കും CBSE 10 ക്ലിയർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന കൺസെപ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഏത് റിയാക്ഷനിലാണോ ഓക്സിജൻ്റെ അഡിഷൻ അഥവാ ഹൈഡ്രജൻ്റെ റിമൂവൽ സംഭവിക്കുന്നത് ആ റിയാക്ഷൻ ഓക്സിഡേഷൻ. ഓക്സിജനെ ഇട്ട് കൊടുക്കുകയും ഹൈഡ്രജനെ എടുത്ത് കളയുകയും ചെയ്യുന്ന റിയാക്ഷനാണ് ഓക്സിഡേഷൻ. ഏത് സബ്സ്റ്റൻസിനാണോ ഓക്സിജൻ ഗെയിൻ ചെയ്യുന്നത് ആ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡായി നമ്മൾ പറയപ്പെടും. ആ സബ്സ്റ്റൻസ് ഓക്സിഡൈസ് ചെയ്യപ്പെടും. ഓക്സിഡൈസ് ചെയ്യുന്ന ആളെപ്പോഴും റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. ക്രോസ് ആണേ. ഓക്സിഡൈസ്ഡ് ആളെപ്പോഴും റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. ഇനി റിഡക്ഷനിലേക്ക് പോയി നോക്കാം. ഓക്സിഡേഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. അഡിഷൻ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ, രണ്ടും റിഡക്ഷനാണ്. ഏത് സബ്സ്റ്റൻസ് ആണോ ഓക്സിജൻ ലൂസ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ് എന്നറിയപ്പെടും. റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ആളെപ്പോഴും ഓക്സിഡൈസിങ് ഏജൻറ്റും ആയിരിക്കും. ഇനി എക്സാമ്പിൾ നോക്കിക്കോളൂ. ഒന്നാമത്തെ എക്സാമ്പിൾ, കോപ്പർ ഓക്സൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കോപ്പറും വെള്ളവും ഉണ്ടാവും. കോപ്പർ ഓക്സൈഡ് ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ആണ്. അതിലൂടെ ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടുമ്പോൾ നിങ്ങൾക്കൊരു ബ്രൗൺ കളേർഡ് സബ്സ്റ്റൻസ് ഉണ്ടാവും. ആ ബ്രൗൺ കളേർഡ് സബ്സ്റ്റൻസ് കോപ്പറാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ബ്ലാക്ക് കോപ്പർ ഓക്സൈഡിലൂടെ ഹൈഡ്രജൻ കടത്തിവിടുമ്പോൾ കോപ്പറും വെള്ളവും ഉണ്ടാവും. ഇതിൽ രണ്ട് റിയാക്ഷൻസ് ഒളിച്ചിരിപ്പുണ്ട്. ഒന്ന്, കോപ്പർ ഓക്സൈഡ് കോപ്പറായി. കോപ്പർ ഓക്സൈഡ് ഓക്സിജനെ കളഞ്ഞു, കോപ്പറായി. ഓക്സിജൻ കളയുന്ന റിയാക്ഷൻ ഈസ് റിഡക്ഷൻ. ഹൈഡ്രജൻ ഓക്സിജനെ എടുത്തു. ഗെയിനിങ് ഓഫ് ഓക്സിജൻ ഈസ് ഓക്സിഡേഷൻ, ഫോമിങ് വാട്ടർ. സോ ഓക്സിഡേഷനും ഉണ്ടായി, റിഡക്ഷനും ഉണ്ടായി. ഇതിനകത്ത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ആൾ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ഓക്സിഡൈസ് ചെയ്ത് വെള്ളമായി, ഓക്സിജനെ കിട്ടി അങ്ങേർക്ക്. ഇനി സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ് കോപ്പർ ഓക്സൈഡാണ്. റെഡ്യൂസ് ചെയ്ത ആളെപ്പോഴും ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഓക്സിഡൈസ് ചെയ്ത ആളെപ്പോഴും റെഡ്യൂസിങ് ഏജൻറ്റ്. ഇനി എളുപ്പ വഴി ഇതാണ്. ഓക്സിജൻ ഉള്ള ആൾ ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് എന്ന് എഴുതാം. തൊട്ടപ്പുറത്തിരിക്കുന്ന റിയാക്റ്റൻ്റ് എന്തായാലും റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും, അയാൾ ഓക്സിഡൈസ്ഡും ആയിരിക്കും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. സിങ്ക് ഓക്സൈഡും കാർബണും ചേരുമ്പോൾ സിങ്ക് ഓക്സിജൻ കാർബണിന് കൊടുത്തു, സിങ്കായി മാറി. കാർബൺ ഓക്സിജനെ എടുത്തു, കാർബൺ മോണോക്സൈഡായി. കാർബൺ ഓക്സിജനെ എടുത്ത റിയാക്ഷൻ ഓക്സിഡേഷൻ. സിങ്ക് ഓക്സിജനെ കളഞ്ഞ് സിങ്കായ റിയാക്ഷൻ റിഡക്ഷൻ. റിഡക്ഷൻ തുടങ്ങിയത് സിങ്ക് ഓക്സൈഡിൽ നിന്നാണ് ഞാൻ ആരോ വരച്ചിരിക്കുന്നത്. സോ സിങ്ക് ഓക്സൈഡ് ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. കാർബണിൽ നിന്നാണ് ഞാൻ ഓക്സിഡേഷൻ വരച്ചു തുടങ്ങിയത്. കാർബൺ ഈസ് ദി റെഡ്യൂസിങ് ഏജൻറ്റ്. മൂന്നാമത്തെ റിയാക്ഷൻ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. MnO2 + 4HCl gives MnCl2 + H2O + Cl2. ഇതിൽ ഈ റിയാക്ഷൻ ബാലൻസിങ്ങിന് ചോദിക്കാറുണ്ട്. കൂടാതെ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. MnO2 + 4HCl gives MnCl2 + H2O + Cl2. പ്രോഡക്റ്റ് 3 കിടക്കുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. MnO2ൽ ഓക്സിജൻ ഉണ്ട്, സോ MnO2 ഓക്സിഡൈസിങ് ഏജൻ്റാണ്. HClൽ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്തു. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എപ്പോഴും ഓക്സിഡേഷനാണ്. ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ ബാക്കി ക്ലോറിൻ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതിനെയല്ലേ നമുക്ക് ഓക്സിഡേഷനായി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. MnO2 MnCl2 ആയത് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് MnO2, റെഡ്യൂസിങ് ഏജൻറ്റ് തൊട്ടടുത്തിരിക്കുന്ന HCl ആണ്. HCl റെഡ്യൂസിങ് ഏജൻ്റ് ആണെങ്കിൽ അയാൾ ഓക്സിഡൈസ്ഡ് ആണ്. MnO2 ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ അയാൾ റെഡ്യൂസ്ഡും ആണ്. നമ്മൾ ഈ കണ്ട എല്ലാ എക്സാമ്പിളുകളിലും ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടക്കുന്ന റിയാക്ഷൻസിന് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പേര്. ഈ പേരെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ നിന്ന് മക്കൾക്ക് പേരിടില്ലേ, അതുപോലെ റിഡക്ഷൻ്റെ റെഡും ഓക്സിഡേഷൻ്റെ ഓക്സും കൂടെ ചേർക്കുമ്പോഴാണ് റിഡോക്സ് ആകുന്നത്. കണ്ടോ? അങ്ങനെയുള്ള റിയാക്ഷൻസ് റിഡോക്സ് റിയാക്ഷൻ, ഒരുപാട് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്. ഇനി നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. അതിലൊന്നാമത്തെ ഫിനോമിനൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊറോഷനാണ്.
കൊറോഷൻ്റെ മലയാളം ലോഹ നാശനമെന്നാണ്. ലോഹം എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, മെറ്റൽ നശിക്കുന്നതെന്നാണ് അർത്ഥം. ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റലാണ് ശരിക്കും കൊറോഷൻ. അത് നടക്കണമെങ്കിൽ 2 എസെൻഷ്യൽ കണ്ടീഷൻസ് വേണം. ഒന്ന് പ്രസൻസ് ഓഫ് എയറും ഒന്ന് പ്രസൻസ് ഓഫ് മോയ്സ്ചർ അഥവാ വാട്ടറും. ഈ 2 കണ്ടീഷനും ഒന്നിച്ചുണ്ടെങ്കിലേ കൊറോഷൻ സംഭവിക്കൂ, ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ സാധ്യമാകുകയുള്ളൂ. എക്സാമ്പിൾ 1, റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രോസസ്സ്. തുരുമ്പ് എന്താണെന്ന് ചോദിച്ചാൽ കെമിക്കലി റസ്റ്റ് ഈസ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. ഇനി ക്ലാവ് പിടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത് 2ാമത്തെ കൊറോഷൻ എക്സാമ്പിളാണ്. ഈ വിളക്കുകളിലൊക്കെ ക്ലാവ് പിടിക്കും, ഗ്രീൻ കോട്ടിംഗ്. ആ ഗ്രീൻ കോട്ട് ഈസ് കെമിക്കലി ബേസിക് കോപ്പർ കാർബണേറ്റ്. 3ാമത്തേത് സിൽവറിന് സംഭവിക്കുന്ന കൊറോഷനാണ്. അത് സിൽവർ പെട്ടെന്ന് ബ്ലാക്ക് ആവും എന്ന് പറഞ്ഞാൽ സിൽവർ പെട്ടെന്ന് കളർ മങ്ങിപ്പോവും. ആ മങ്ങലിന് കാരണം സിൽവറിൻ്റെ സൾഫൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ഇതെല്ലാം തന്നെ കൊറോഷന് എക്സാമ്പിളുകളാണ്. കൊറോഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ നോക്കാം. കാരണം കൊറോഷൻ വഴി ഒരു മെറ്റലിനെ നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. വീണ്ടും നമുക്ക് മെറ്റലിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. റസ്റ്റിംഗ് ഓഫ് അയൺ പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളിലൊന്ന് പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റ് ചെയ്യുമ്പം എയറും മോയ്സ്ചറുമായിട്ടുള്ള കോണ്ടാക്റ്റ് അയൺ ഒബ്ജക്റ്റുകൾക്ക് ഡയറക്റ്റായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യപ്പെടും. ഓയിലിംഗ് മറ്റൊരു മെത്തേഡാണ്. ഗാൾവനൈസേഷൻ. ഗാൾവനൈസേഷൻ മീൻസ് സിങ്ക് കോട്ടിംഗ് ഓവർ അയൺ ഒബ്ജക്ട്സ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും പഠിക്കും 3rd ചാപ്റ്ററിൽ. ദെൻ അലോയിങ്, അലോയ് ഫോം ചെയ്യിപ്പിക്കുന്നത് മറ്റൊരു മെത്തേഡാണ്. 2 മെറ്റലുകൾ തമ്മിൽ ഹോമോജീനിയസ് മിക്സ്ചർ ഫോം ചെയ്യുന്നതാണ് അലോയ് ഫോമേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളിൽ പെടുന്നു. ഇനി റാൻസിഡിറ്റി എന്ന് പറയുന്നത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന മറ്റൊരു ഓക്സിഡേഷൻ പ്രൊസീജിയറാണ്. അത് സാധാരണ സംഭവിക്കുന്നത് ഓയിൽ അല്ലെങ്കിൽ ഫാറ്റുള്ള ഫുഡ് ഐറ്റംസിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതാണ് ശരിക്കും റാൻസിഡിറ്റി. ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ കണ്ടെയ്നിങ് ഫുഡ് ഓക്സിഡൈസ് ചെയ്യപ്പെട്ട് അവരുടെ ടേസ്റ്റും അവരുടെ സ്മെല്ലും ഒക്കെ മാറുന്നു. അതുവഴി നമുക്ക് ടേസ്റ്റ് ഒന്നും കാണില്ല, നമ്മൾ വായിൽ വെച്ച് അപ്പോഴേ നമ്മളെടുത്ത് കളയും. നമുക്കറിയാം അതിനെന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇനി ഫുഡ് ഐറ്റത്തിനെയും നമുക്ക് അങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല. അതുകൊണ്ട് റാൻസിഡിറ്റിയും പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ കുറേയൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഫ്രീസിങ്. നമുക്കറിയാം ബട്ടറൊക്കെ അറിയില്ലേ, ബട്ടറൊക്കെ ഒരുപാട് നാൾ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. വലിയ കുഴപ്പമൊന്നും വരില്ല. ഒരുപാട് വർഷങ്ങളൊന്നും പറ്റില്ലെങ്കിലും കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നിങ്ങൾ ലുലു മാളിലൊക്കെ പോകുമ്പോഴും നിങ്ങൾ കാണുന്നില്ലേ, ഫ്രീസറിൽ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ബട്ടറെല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ ഫുഡിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം എയറും ആയിട്ട് അല്ലെങ്കിൽ മോയ്സ്ചറുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാതാകുന്നത് വഴി റാൻസിഡിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിക്കും. ചിപ്സ് പാക്കറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചിപ്സ് പാക്കറ്റുകൾ, ലേസിൻ്റെ പാക്കറ്റുകളിലൊക്കെ ചിപ്സൊക്കെ കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണ് ആൻറ്റി ഓക്സിഡൻസ്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്, ആൻറ്റി എന്ന് പറഞ്ഞാൽ എഗൻസ്റ്റ് ആണ്. ഓക്സിഡേഷൻ എഗൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് ആൻറ്റി ഓക്സിഡൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റിന് എക്സാമ്പിളാണ് നൈട്രജൻ ഇൻ ചിപ്സ് ബാഗ്സ്. അപ്പോൾ ഇത്രയും ആയപ്പോൾ പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ കണ്ടൻറ്റും കഴിഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. കളർ ചേഞ്ച് വരുന്ന റിയാക്ഷൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്വേഷൻസ് നല്ലവണ്ണം എഴുതി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡെഫിനിഷൻസ് എല്ലാം കറക്റ്റായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. നോട്ടിലെല്ലാം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എല്ലാം എഴുതി കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ഇതുവരെയുള്ള പോർഷൻസ് ടീച്ചർ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.